ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് വീഡിയോസുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഒക്കെ വിചാരിച്ചിട്ട് ഇടയ്ക്ക് പടകൊക്കെ പൊട്ടും. അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊന്ന് ക്ഷമിച്ചേക്കണം. വേറൊന്നല്ല, പത്തൊരു കല്യാണപ്പുരണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കാര്യത്തിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറഞ്ഞു വന്നത്, ഞാനെന്താ പറഞ്ഞത് സത്യം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് വീഡിയോസൊക്കെ ആയിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി പേര് ഒത്തിരി നാളായിട്ട് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി വന്നും ചോദിക്കുന്നുണ്ട്, ഇതുപോലെ കമൻ്റായിട്ടും വന്ന് ചോദിക്കുന്നുണ്ട് ഷോർട്ട് വീഡിയോൻ്റെ അടിയിലായിട്ട്, എന്താ തത്ത ഗീവ് അവേ ചെയ്യാത്തത്, ഗീവ് അവേ തരൂലേന്നോ, ഗീവ് അവേ ചെയ്യാത്തത് എന്താണെന്നോ, 2K ആയില്ലേന്നോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഗീവ് അവേൻ്റെ റൂൾസ് അങ്ങോട്ട് പറയായിരിക്കണേ. അപ്പോൾ ഗീവ് അവേ ഇന്ന് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം നമുക്ക് അങ്ങോട്ടേക്ക്. എന്നാണ് ഈ വിന്നറെ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് കാര്യം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. എന്താണ് ഗിഫ്റ്റിൻ്റെ സമ്മാനം എന്നുള്ളതും, ഗീവ് അവേൻ്റെ സമ്മാനം എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആഡാക്കും. അപ്പോൾ അതിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ കൂടുതൽ വോട്ട് കിട്ടുന്ന സാധനമായിരിക്കും ഞാൻ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസിനും അതുപോലെ തന്നെ തേർഡ് പ്രൈസിനും ഞാൻ തരിക. പിന്നെ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ റൂൾസാണ്. അപ്പോൾ റൂൾസ് എന്ന് പറയുന്നത്, ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന 2 വ്യക്തികളായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസും. തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോസും മുടങ്ങാണ്ട് കാണുക. ആ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും ടോപ്പ് കമൻറ്ററായിട്ട് ഞാനല്ല, YT സ്റ്റുഡിയോ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 പേരാണ് ഹൈ റേഞ്ച് ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ ഓരെക്കാട്ടി കൂടുതൽ മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട് അതിന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് കമൻറ്റർ ആവുള്ളൂ. തേർഡ് പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പുച്ഛിച്ച് തള്ളിയെന്നൊക്കെ വരും. കാരണം അതിൻ്റെ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് അറിയില്ല. അതായിരിക്കും നിങ്ങൾ പുച്ഛിച്ച് തള്ളാനുള്ള കാരണം വരിക. അപ്പോൾ പുച്ഛിച്ച് തള്ളൊന്നും വേണ്ട. എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നണില്ല ഈ വീഡിയോ എത്ര പേര് കാണുന്നുള്ളത്. മാക്സിമം കൂടി പോയിട്ടുണ്ടെങ്കിൽ 2, 3, 4 പേര് കാണുമായിരിക്കും, അറിയില്ല. അപ്പോൾ എത്ര പേര് കാണുന്നു അത്ര പേര് ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. നാളെ പിറ്റേന്ന് വിന്നത് ചിലപ്പോൾ നിങ്ങളും ആയിരിക്കാന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവം അംഗം കുറിച്ചോളി. അപ്പം ഇങ്ങനെ തുടങ്ങല്ലേ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മിനി ബുക്കിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മിനി ബുക്കിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളി. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ച് തരാം. പിന്നെ ഈ വീഡിയോസ് ഒരിക്കലും ഞാൻ ഇടണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല. പിന്നെ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ ഗിവ് അവേനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോയിൽ ഇത്ര ലോങ് ആയിട്ട് പറയാൻ പറ്റാത്തതിനോണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടിക്കോളി. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് കൂടി പറയാൻ മറന്നു എനിക്ക്. എന്നാണ് ഈ ഗിവ് അവേൻ്റെ അനൗൺസ് ചെയ്യുന്നത്, എന്താണ് വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതെന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു 10K 20K ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ നേരത്തെ തന്നെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 20Kയോ 10Kയോ ആകുമ്പോൾ, കേട്ടില്ലേ, ഒന്ന് നോട്ട് ചെയ്തോളി. 10Kയോ 20Kയോ ആകുമ്പോൾ മാത്രമേ നമ്മൾ ഈ വിന്നറിനെ അനൗൺസ് ചെയ്യുള്ളൂ. ഇനി അഥവാ നമ്മൾ ഈ വീഡിയോക്ക് താഴെ അധികമായിട്ട് കമൻറ്റുകൾ വരാണെങ്കിൽ നമ്മൾ നേരത്തെ 20K ഒന്നും ആവാൻ വേണ്ടി കാത്തുക്കൂല. അതിന് മുന്നേ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ആളെ. അപ്പോൾ ഇങ്ങനെ അങ്കവട്ടിനെ കുറിച്ചോളി. അപ്പോൾ ഈ വീഡിയോക്ക് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. 2 കമൻറ്റ് ചെയ്യുന്ന ആ 2 വ്യക്തികളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഇതുവരെ ഗീവ് അവേയിൽ കിട്ടാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ കമൻറ്റ് ഇട്ടോളി. അപ്പോൾ ഇങ്ങനെ ഓക്കെ. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.